ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനോര ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ഗുരുവായൂർ അമ്പലത്തിലാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വൈശാഖ മാസം തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖ മാസം അഥവാ മാധവ മാസം. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ കഴിഞ്ഞു വരുന്നു എന്നാണ് വിശ്വാസം. ഈ മാസത്തിൽ ദാനധർമ്മങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാലമാണ്. ഈ മാസത്തിൽ നടക്കുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലമാണ് ലഭിക്കുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ഈ മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ്. വൈശാഖ മാസം തുടക്കാണ്. വൈശാഖ മാസത്തില് വിഷ്ണുവും ലക്ഷ്മിയും നേരിട്ട് വരുന്ന ഇതാണ്. നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളൊക്കെ നടന്നതിന്റെ ഈ ദിവസമാണ്. ഇത് വളരെ പുണ്യം നിറഞ്ഞ ദിവസങ്ങളാണ് ഈ വൈശാഖ മാസം മുഴുവനും. പ്രത്യേകിച്ച് വൈശാഖ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് പ്രഭാതത്തിൽ തന്നെ കുളിക്കുക. കാരണം ആ പ്രഭാത സമയത്ത് എല്ലാ പുണ്യ നദികളും എല്ലാ വെള്ളത്തിലും ഉണ്ടാവുന്നതാണ്, നദിയിലും കടലിലും ഒക്കെ. അപ്പൊ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലും ആ പുണ്യനദിയുടെ ഇത് കിട്ടും നമുക്ക്. ഇപ്പൊ പ്രഭാതത്തില് കുളിക്കുന്നത് ഏറ്റവും സ്നാനം ചെയ്ത് വലിയ വിശേഷമാണ്. പിന്നെ നമുക്ക് നാമം ചെല്ലല്. ഈ കണ്ണൻ എൻ്റെ അമ്മായിമ്മ എനിക്ക് എൻ്റെ 60-ാം പിറന്നാളിന് ഗിഫ്റ്റായിട്ട് കൊടുത്തയച്ചതാണ്. അമ്മായിമ്മ എന്ന് പറയുന്നതല്ലോ എൻ്റെ അമ്മ തന്നെയാണ്. പക്ഷെ മനസ്സിലാവുന്നവർക്ക് അറിയില്ലല്ലോ, അത് പറഞ്ഞതാണ്. അവർ 60-ാം പിറന്നാളിന് കൊടുത്ത് ഒരു 5 വർഷം ഞാൻ ഷോക്കേസിൽ വെച്ചിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു, നല്ല ഭംഗിയിലായിരുന്നു. അപ്പോൾ ഷോക്കേസിൽ വെക്കും പുക പടിയാതിരിക്കാനായിട്ട്. പിന്നെ കൊറോണ സമയത്ത് ഞാൻ ഒരു തഞ്ച കിട്ടിയപ്പോൾ നാട്ടിലേക്ക് പോന്നു. ഞാൻ അക്യുപഞ്ചർ ഡോക്ടറാണ്. അപ്പോൾ അവിടെ പേഷ്യൻറ്റും സ്റ്റുഡൻറ്റിനും ഒക്കെ നിർത്തി ഞങ്ങൾ. കൊറോണ സമയത്ത് കുട്ടികൾക്കൊക്കെ പേടി, നോക്കി എന്തെങ്കിലും പറ്റുമോ അമ്മയ്ക്കെന്ന്. അപ്പോൾ അത് കാരണം നിർത്തി. അപ്പോൾ അധികം തിരക്കില്ലാതെ ആയപ്പോൾ എനിക്ക് അത് പറ്റിയില്ല. അപ്പോൾ ഞാൻ തഞ്ച കിട്ടിയപ്പോൾ നാട്ടിൽ പോന്നു. ഇവിടെ ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. തനിയെ തറവാട്ടിൽ നിന്നില്ല. അപ്പോൾ അമ്മയൊക്കെ 95 വയസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തനിയെ ഒരു ക്ലിനിക്ക് ഒന്ന് ഓപ്പൺ ചെയ്തു. അവിടെ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണയുടെ ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് തനിയെ ഇരിക്കാൻ സമ്മതിച്ചില്ല. അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോവാ. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് ഞാൻ വാതിലടച്ച് പുറപ്പെടാൻ വാതിലടയ്ക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം. എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാനോ ഞാനും ഉണ്ട് എന്നൊരു ചിണങ്ങിയിട്ടുള്ള ഒരു ശബ്ദം. അപ്പോൾ വേഗം വാതിൽ തുറന്നു. അങ്ങോട്ട് പോന്നേക്ക് പറഞ്ഞു. അന്ന് കയറി കൂടിയതാണ് കയ്യിൽ. അപ്പോൾ ഭഗവാന് വീട്ടിൻ്റെ ഉള്ളിൽ പൂജാരയിൽ ഇരുന്നാൽ പോരാ, ഭക്തരെ നേരിട്ട് കാണണം. അത് താങ്ങി നടക്കാൻ ഞാൻ ഒരാളാവും വേണം. എന്തോ ഒരു ഭാഗ്യം എനിക്ക് അങ്ങനെ തന്നിരിക്കുന്നു. 4 വർഷമായിട്ട് ഞാൻ ഭഗവാനെ ഇപ്പോൾ ഓരോരുത്തരും ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞിട്ടും ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ടും ഒക്കെ ഓരോരുത്തർക്കും ഓരോരോ നിമിത്തങ്ങളുടെ അവർ ഓരോന്ന് ഇതാക്കുന്നത്. എനിക്ക് ഇങ്ങനെയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ഭഗവാനെ കൊണ്ട് എല്ലാ സ്ഥലത്തും പോവുക, അവരുടെ ഭക്തരുടെ മുമ്പിലേക്ക് എത്തിക്കുക, അവരുടെ ഇങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അവർ കുറേ ലീലകൾ കാണിച്ചിട്ട് ആൾക്കാരെ സ്വീകരിക്കുന്നുണ്ട്. അത് കണ്ണോണ്ടിങ്ങനെ ഓരോ ഇത് കാണിക്കലും നോക്കുന്നതും കൃഷ്ണമണി അലക്കി കാണിച്ചിട്ട്, ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, മറ്റുള്ളവർ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് നോക്കിയാൽ വേറെ ആളെ നോക്കുന്നതും അങ്ങനെ പല ഡ്രസ്സും കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വളരെ വൈറലായത് ഒക്കെ. അങ്ങനെ ഇപ്പോൾ 4 വർഷമായിട്ട് ഒപ്പം തന്നെയാണ്. എവിടെ പോയാലും കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഭക്തർക്ക് ഭഗവാനെ തന്നെ നേരിൽ കാണുന്ന ഒരു പ്രീതിയാണ് അങ്ങനെ നടക്കുന്നുണ്ട്.